സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിന് സർക്കാർ നൽകിയ പട്ടിക തള്ളി ഗവർണർ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിലൂടെ സ്ഥാനം തെറിച്ച സിസ തോമസിനെയും കെ ശിവപ്രസാദിനെയും 2 സർവകലാശാലകളിലെയും വിസിമാരായി വീണ്ടും ഗവർണർ നിയമിച്ചു. മുഖ്യമന്ത്രിയടക്കം ഇടപെട്ടിട്ടും അനുനയത്തിന്റെ പാതയിലേക്ക് താനില്ല എന്ന് സൂചന നൽകുന്നതാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിലപാട്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനങ്ങൾ സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണമെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അതിനു പിന്നാലെ സംസ്ഥാന സർക്കാർ 2 സർവകലാശാലകളിലേക്കുമുള്ള താൽക്കാലിക വിസിമാരുടെ നിയമനത്തിനായി 3 പേരടങ്ങുന്ന പട്ടിക രാജ്ഭവന് കൈമാറി. അതിനുശേഷം മുഖ്യമന്ത്രി 2 മന്ത്രിമാരും രാജ്ഭവനിലെത്തി അനുനയത്തിന്റെ സൂചന നൽകി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഗവർണർ ചെയ്തത്. താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് പറയുന്നതായിരുന്നു സുപ്രീം കോടതി വിധി. ഇതോടെ സർക്കാരിനെ വെല്ലുവിളിച്ച് താൽക്കാലിക വിസി നിയമനം വീണ്ടും നടത്തിയിരിക്കുകയാണ് ഗവർണർ. ഡിവിഷൻ ബെഞ്ച് ഉത്തരവിന് പിന്നാലെ സ്ഥാനം തെറിച്ച സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വിസിയായി വീണ്ടും നിയമിച്ചു. സാങ്കേതിക സർവകലാശാല വിസി സ്ഥാനം പോയിരുന്ന കെ ശിവപ്രസാദിനെ വീണ്ടും അവിടെ തന്നെ നിയമിച്ചു. സർക്കാരുമായി താനൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സൂചന നൽകുന്നതാണ് ഗവർണറുടെ ഈ നിയമനങ്ങൾ. ഗവർണറുടെ പുതിയ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധം സർക്കാരിലുണ്ട്. 2 വിസിമാർക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ SFIയും ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.